ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിഴങ്ങ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു സ്പെഷ്യൽ ഡിഷായിട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കിഴങ്ങൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്നെങ്കിൽ നമുക്ക് കുക്കറിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തിളപ്പിച്ചാണെങ്കിലും പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഒരു വിസിൽ അടുപ്പിച്ച് എടുത്തിട്ട് അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ ക്യൂബ്സ് ആയിട്ടും അരിഞ്ഞെടുക്കണം. ഇനി നമുക്കൊരു പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിച്ചു, അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞപ്പൊടിയും അതുപോലെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മീറ്റ് മസാലയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ മസാലയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ കിഴക്കൊന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് റെസിപ്പി തയ്യാറായി കഴിഞ്ഞു. ഇത് നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ വേവിച്ചെടുത്ത കിഴങ്ങല്ലേ. അപ്പം അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ മസാല ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ മീറ്റ് മസാല ചേർത്ത്. ഇപ്പം കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.